അപ്പൊ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം മാറ്റാൻ പരിശ്രമിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം നിങ്ങൾ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പിൻവാതിൽ നിയമനം നടത്തുന്നത് പോലെ ഈ സർജറികളും മേജർ സർജറികളും അതുപോലെ തന്നെ പാവപ്പെട്ടവനെയും എങ്ങനെയെങ്കിലും കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് കയ്യിൽ ഒന്നുമില്ലാത്തവൻ എന്തു ചെയ്യണം? മരണത്തിന് കീഴടങ്ങണം എന്നുള്ള സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മുച്ചൂട് മുടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ പാവപ്പെട്ടവന്റെ ദാരിദ്ര്യം മാറ്റാൻ പരിശ്രമിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം നിങ്ങൾ സ്വകാര്യ ആശുപത്രി മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പിൻവാതിൽ നിയമനം നടത്തുന്നത് പോലെ ഈ സർജറികളും മേജർ സർജറികളും അതുപോലെ തന്നെ പാവപ്പെട്ടവനെയും എങ്ങനെയെങ്കിലും കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിക്കൊണ്ട് കയ്യിൽ ഒന്നുമില്ലാത്തവൻ എന്തു ചെയ്യണം? മരണത്തിന് കീഴടങ്ങണം എന്നുള്ള സാഹചര്യത്തിലൂടെ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മുച്ചൂട് മുടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2015-16 മുതൽ ആരോഗ്യരംഗം പാടെ തകരുകയാണ്. ദേശീയ തലത്തിൽ നിന്ന് ആരോഗ്യ വകുപ്പിലേക്ക് കേരളത്തിലേക്ക് ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കുന്ന മുഴുവൻ പ്രൊജക്റ്റുകൾക്കും അനുമതി കിട്ടിക്കൊണ്ടിരിക്കെ അലോപ്പതിയെയും ഹോമിയോപ്പതിയും അതുപോലെ തന്നെ ആയുർവേദത്തിനും അർഹമായിട്ടുള്ള അംഗീകാരം കൊടുക്കാൻ വേണ്ടി ക്യാബിനറ്റ് മിനിസ്റ്റർ വിവിധ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിമാരുമായി ഓൺലൈനായും ഓഫ്ലൈനായും നിരവധിയായിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തുകയും പ്രൊജക്റ്റുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞതിന് ശേഷവും 2015-16 മുതൽ നമ്മൾ കാണുന്നത് രോഗികൾ എത്ര പേർ അഡ്മിറ്റായി, എത്ര മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു കണക്ക് ദേശീയ നിലവാരത്തിൽ നിന്ന് ദേശീയ തലത്തിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ 2015-16 നമ്മുടെ നാട്ടിൽ 15 ലക്ഷം രോഗികൾ അഡ്മിറ്റ് ആവുകയും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സർജറികൾ നടത്തിക്കൊടുക്കുകയും ചെയ്ത ഈ കേരളത്തിൽ 2023-24 ആയപ്പോൾ 7.5 ലക്ഷം സർജറികളായി പാവപ്പെട്ടവരുടെ സർജറികൾ ചുരുങ്ങിയിരിക്കുകയാണ്. 2023-24 7.5 ലക്ഷത്തോളമായി സർജറികൾ മെഡിക്കൽ കോളേജുകളിൽ ചുരുക്കപ്പെട്ടിരിക്കുകയാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, വീണ്ടും വേറൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യയിലും കുറവില്ല. അപ്പോൾ ജനസംഖ്യയിൽ കുറവ് വന്നതുകൊണ്ടല്ല, രോഗം മാറിയതുകൊണ്ടല്ല, ആരോഗ്യമേഖല ദൃഢമായതുകൊണ്ടല്ല, മനുഷ്യർക്ക് മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഡ്മിറ്റ് ആവാനും ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗപ്പെടുത്താനും മേജർ സർജറികൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാര് ആനുപാതികമായി ഇല്ലാത്തതുകൊണ്ടും നേഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന നല്ല മിടുക്കുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടും അവർക്ക് സർക്കാർ ആശുപത്രികളിലെ വേക്കൻസികൾ നികത്തിക്കൊടുക്കാതെയും ഇന്ന് കേരളം അഭിമുഖീകരിക്കുന്നത്, സാധാരണക്കാരൻ അഭിമുഖീകരിക്കുന്നത് കടുത്ത ക്രൂരതയാണ്, കടുത്ത വിവേചനമാണ്. ഇവിടെ 2017-18 തന്നെ 15 ലക്ഷം രോഗികളിൽ തീവ്രമായിട്ടുള്ള അസുഖം ബാധിച്ചുകൊണ്ട് 1.3 ലക്ഷം മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി. അത് 2023-24 ആയപ്പോൾ മേജർ സർജറികളുടെ എണ്ണം 89,000 ചുരുങ്ങി. ജില്ലാ ആശുപത്രിയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകൂ എന്ന് പറയുന്നത്. എന്നാൽ ജില്ലാ ആശുപത്രികളിലെ സംവിധാനത്തെ ഉയർത്താനോ അവിടെ എല്ലാ വിഭാഗത്തിനും ഡോക്ടറെ നിയമിക്കാനോ ആവശ്യത്തിന് നഴ്സുമാരെ വെക്കാനോ ആവശ്യമായ മെഡിസിൻ സംവിധാനം ഏർപ്പെടുത്താനോ ഒന്നും തയ്യാറാകാതെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മലീമസമാക്കുകയാണ്
ഈ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഇന്ന് നമ്മൾ കാണുന്നത്. നോക്കൂ, ഇവിടെ സെൻട്രലിൻ്റെ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ആ കണക്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നാഷണൽ സാമ്പിൾ സർവേ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു വ്യക്തിയുടെ ചികിത്സയുടെ സ്വകാര്യ ചെലവ് എന്ന് പറയുന്നത് 8,000 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. അപ്പം 8,000 രൂപ മുതൽ 10,000 രൂപ വരെ നമ്മുടെ സ്വകാര്യ ചികിത്സാ ചെലവ് വർദ്ധിതമാവുകയും, എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ 4,000 മുതൽ 5,000 വരെ സ്വകാര്യ ചികിത്സാ ചെലവ് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എത്ര കണ്ട് കൂടുതൽ കേരളത്തിലെ ആരോഗ്യ മേഖല പരിപോഷിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് കൃത്യമായി പൊതുസമൂഹത്തിനോട് ഉത്തരം പറയേണ്ട ബാധ്യത കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ എത്രയോ പത്രസമ്മേളനങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അപേക്ഷിക്കുകയുണ്ടായി. ഇവിടുത്തെ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ്, തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ്, ഇവിടെയെല്ലാം ഒരു MRI സ്കാൻ നടക്കുന്നുണ്ടോ? രോഗിയോട് പറയുന്നത്, നിങ്ങൾ MRI സ്കാൻ എടുത്ത് പുറത്തുനിന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ രോഗം എന്താണ് എന്ന് ചികിത്സിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്താം എന്ന് പറയുന്ന ഡോക്ടർമാർ. 3 മാസവും 4 മാസവും ഒരു അസുഖബാധിതൻ ആശുപത്രിയിൽ അഡ്മിറ്റായാൽ, സർജറി ചെയ്താൽ അതിന് പ്രത്യേകമായിട്ടുള്ള ലബോറട്ടറി, അതായത് ഇതിൻ്റെ സംവിധാനമുണ്ട്, വെന്റിലേറ്റർ സംവിധാനം. ആ വെന്റിലേറ്റർ സംവിധാനമില്ലാത്തതിൻ്റെ പേരിൽ 100 കണക്കിന് വരുന്ന രോഗികളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾക്ക് സംവിധാനം ഒരുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞയക്കുകയാണ്. ലാബാണെങ്കിലോ, ഒരു പാവപ്പെട്ട അമ്മ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട സഹോദരി, ഒരു വ്യക്തി ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് ഞാൻ കണ്ടതാണ്, നേരിൽ കാണാൻ സാധിച്ച ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്, പുലർച്ചെ 3 മണിക്ക് ചില ലാബുകൾ തുറന്നു വയ്ക്കും പുറത്ത്. അപ്പം മെഡിക്കൽ കോളേജിൻ്റെ പുറത്ത് പുലർച്ചെ 3 മണിക്ക് ലാബ് തുറന്നു വെക്കുമ്പോൾ അസുഖബാധിതനായിട്ടുള്ള മകനെയോ ഭർത്താവിനെയോ അവിടെ നിർത്തിക്കൊണ്ട് പാവപ്പെട്ട സ്ത്രീ പരക്കം പായുകയാണ് ലബോറട്ടറി സംവിധാനത്തിന് വേണ്ടിയിട്ട്. ഇന്ന് പ്രമുഖമായ ഒരു പത്രത്തിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത് 48 വയസ്സുകാരൻ, അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നു, അദ്ദേഹം മരണപ്പെട്ടു. ആ ദുരന്തം നമ്മുടെ മുന്നിൽ നിലനിൽക്കെ തന്നെ നമ്മൾ മറ്റൊരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വാർത്ത എന്താണ്? ആ വാർത്ത എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണയും ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലും ചേർന്ന് അടി നടക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് വേണം? കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ പണം ചെലവാക്കാത്തത്? ഇതിനർത്ഥം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയ്ക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരമ്മ മകൾക്ക് കാവലിരിക്കാൻ, അസുഖബാധിതയായ മകൾക്ക് കാവലിരിക്കാൻ വേണ്ടി പോയപ്പോൾ ആശുപത്രി കെട്ടിടം തകർന്നു വീണ് ആ അമ്മ മരണപ്പെട്ടു. മന്ത്രിമാരെല്ലാവരും അവിടെ ഓടിക്കൂടി. അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്തു. ഒരു വ്യക്തിയെ കൊലപ്പെടുത്തിയതിനു ശേഷം നഷ്ടപരിഹാരം കൊടുത്താൽ ഇവിടുത്തെ പാവപ്പെട്ടവന്റെ ജീവിതം നന്നാകുമോ എന്നുള്ള ചോദ്യം ഈ കേരളം മുഴുവൻ ചോദിക്കുകയാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി എന്നുള്ള രീതിയിൽ ആ കസേരയിൽ ഇരിക്കാനുള്ള അവകാശം മന്ത്രി വീണയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരല്പം മാന്യതയുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണയെ തൽസ്ഥാനത്തു നിന്നും മാറ്റണം എന്നും ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനത്ത് ജീവിക്കാൻ ഗതിയില്ലാത്ത, ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത, സ്വന്തം കുഞ്ഞിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ റോഡ് വഴികളില്ലാത്ത, ഏകാധ്യാപക പാഠശാലകളില്ലാത്ത, സർവശിക്ഷ അഭിയാൻ പദ്ധതിയിലേക്ക് കുഞ്ഞുങ്ങളെ ക്രോഡീകരിക്കാൻ സാധിക്കാത്ത, അവർ വനത്തിനകത്ത് ഒരു സൗകര്യവുമില്ലാതെ എന്തിന് പ്രസവം വരെ നടത്തുന്നത് നമ്മൾ കണ്ടു. മുളയിൽ കെട്ടിയിട്ട് ഒരു സഹോദരിയെ അങ്ങനെ മുളയിൽ കെട്ടിയിട്ടുള്ള തുണിയിൽ കിടത്തിക്കൊണ്ട് പോകുന്ന കാഴ്ച പോലും നമുക്ക് ഈ കേരളത്തിൻ്റെ മണ്ണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു വയനാട്ടിലേക്ക്
അപൂർവമായിട്ടുള്ള എല്ലാ രോഗങ്ങളും ചികിത്സിക്കാൻ സാധിക്കുന്ന നല്ല ഒരു മെഡിക്കൽ കോളേജ് കൊടുക്കാം എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടും 6 വർഷം കഴിഞ്ഞു, ഒരനക്കവുമില്ല. പാലക്കാടിൽ ഒരു മെഡിക്കൽ കോളേജ് കൊടുത്തു. ആ മെഡിക്കൽ കോളേജിലെ ജോലിക്കിരിക്കുന്ന ആളുകൾ, അതായത് അടിച്ചു വാരുന്ന ഒരു പാവപ്പെട്ട സ്വീപ്പർ തൊഴിൽ മുതൽ അവിടുത്തെ ഓരോ നിയമനങ്ങളും SC/ST വിഭാഗക്കാരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷവും ആ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താണ്?